നമസ്കാരം. വിശന്ന് തളർന്ന് കിടന്നുറങ്ങുന്നവരെ വിളിച്ചുണർത്തി ഊണില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഒന്നും രണ്ടും ആളോടല്ല, 23 ലക്ഷം പേരോടാണ് സംസ്ഥാന സർക്കാർ ഈ കടുംകൈ ചെയ്തത്. 8 മാസത്തോളമായി ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നു കരുതി കാത്തിരിക്കവെയാണ് സംസ്ഥാന സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത ഈ നടപടി. സാമൂഹികക്ഷേമ പെൻഷൻ മാസങ്ങളായി മുടങ്ങിയതിന് പിറകെ 23 ലക്ഷത്തോളം പേരുടെ പെൻഷൻ തടഞ്ഞുവെച്ച സർക്കാരിന്റെ നടപടിയാണ് ഇപ്പോൾ നിരവധി ആളുകളെ കണ്ണീർ കുടിപ്പിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞുവെച്ച ഈ പെൻഷനുകൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ കടമ്പകൾ ഏറെയാണ് എന്നാണ് അറിയുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള 49,28,892 ഗുണഭോക്താക്കളിൽ 22,85,866 പേരുടെ പെൻഷനാണ് സസ്പെൻഡ് ചെയ്തത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ യഥാസമയം ഡിജിറ്റൽ ഒപ്പുവെക്കാത്തതും മസ്റ്ററിംഗ് സമയത്തെ അപാകതകളും ഗുണഭോക്താക്കൾ മരിച്ചതും ആധാർ ലിങ്ക് ചെയ്യാത്തതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ തോതിലുള്ള സാമൂഹിക പെൻഷൻ തടഞ്ഞുവെക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സർക്കാർ അനുകൂല തീരുമാനം എടുത്തില്ലെങ്കിൽ 1/4 കോടിയോളം വരുന്ന പെൻഷൻകാരുടെ ആനുകൂല്യം ഒരിക്കലും ലഭിക്കാത്ത സാഹചര്യമുണ്ടാകും. സെക്രട്ടറിമാർ കൃത്യസമയത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കാത്തതു മൂലം പെൻഷൻ മുടങ്ങിയാൽ ഉത്തരവാദികൾ സെക്രട്ടറിമാർ തന്നെയാകുമെന്ന് അടുത്തിടെ സർക്കാർ ഉത്തരവിട്ടിരുന്നു. മസ്റ്ററിംഗിലെ സാങ്കേതിക പിഴവാണ് ഇത്രയും പേരുടെ പെൻഷൻ തടഞ്ഞുവെക്കാൻ ഇടയാക്കിയതെന്നാണ് ധനകാര്യ വിഭാഗം സൂചിപ്പിക്കുന്നത്. 13,20,228 സ്ത്രീകളുടെയും 9,65,606 പുരുഷന്മാരുടെയും പെൻഷൻ തടഞ്ഞുവെച്ചതിൽ ഉൾപ്പെടും. 5,01,066 കർഷക തൊഴിലാളികളുടെയും 11,62,608 ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻകാരുടെയും ആനുകൂല്യം തടഞ്ഞിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ 1,54,242 പേരുടെയും 50 കഴിഞ്ഞ അവിവാഹിതരായ 28,222 വനിതകളുടെയും പെൻഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 4,39,728 വിധവകളുടെ പെൻഷൻ തടഞ്ഞ കൂട്ടത്തിലുണ്ട്. വിവാഹമോചിതർക്ക് മുമ്പ് വിധവാ പെൻഷൻ കൊടുത്തിരുന്നു. എന്നാൽ അത് തുടരേണ്ടതില്ലെന്നാണ് പുതിയ ഉത്തരവ്. സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്ത പെൻഷൻ പദ്ധതി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതോടെ പണം നൽകൽ മാത്രമല്ല, വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ധനകാര്യ വകുപ്പാണ്. ഇതാണ് പരമാവധി ആനുകൂല്യം തടയുന്നതിന് ഇടയാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വീട് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് സാമൂഹ്യ പെൻഷൻ വിഷയം ഉണ്ടാക്കിയത് എന്ന് ഘടകകക്ഷികൾ ഉൾപ്പെടെ ഉന്നയിച്ച ആക്ഷേപത്തെ തുടർന്ന് 2 മാസത്തെ പെൻഷൻ വിഷുവിന് മുമ്പ് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചതിന് പിറകെയാണ് ഇങ്ങനെയൊരു ഇരുട്ടടി കൂടി ഉണ്ടായത്. 8 മാസത്തോളമായി കാത്തിരിക്കുന്നവരോട് പെൻഷൻ തന്നെ അനിശ്ചിതാവസ്ഥയിലാണ് എന്നാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജനരോഷം സർക്കാരിനെതിരെ ഒന്നുകൂടി ബലപ്പെടാനിടയുള്ള സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയാണ് ഭരണമുന്നണിക്കുള്ളത്. ഇതിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിലേക്ക് ഇക്കാര്യം നയിക്കുമെന്ന് ഉറപ്പ്.